നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയിലെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും ആ വാർത്ത പുറത്തു വന്നത്. ഒരു അമേരിക്കൻ പൗരനും ഏതാനും ഉക്രൈനിയൻ പൗരന്മാരും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പരിശീലനം നൽകി എന്ന കുറ്റം ആരോപിക്കപ്പെട്ട് NIA കസ്റ്റഡിയിലായിരിക്കുന്നു. കൂടുതൽ അന്വേഷണത്തിൽ നിന്നും NIA വ്യക്തമായത് ഈ അമേരിക്കൻ പൗരൻ ഒരു അമേരിക്കൻ മെർസിനറി ആണ് എന്നാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, എന്താണ് മെർസിനറി? നമുക്കറിയാം, ഇന്ന് നമ്മുടെ ലോകത്ത് നമ്മളെല്ലാവരും ജീവിക്കുന്നത് വ്യത്യസ്ത രാജ്യങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ്. പുറമേ ഈ രാജ്യങ്ങൾ തമ്മിൽ എല്ലാം സൗഹൃദം നിലനിൽക്കുന്നതായി കാണപ്പെടുന്നുണ്ട് എങ്കിലും ഈ രാജ്യങ്ങളൊക്കെ തന്നെയും നിരന്തരമായി വിഭവങ്ങൾക്ക് വേണ്ടിയുള്ള കിടമത്സരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും മത്സരം നയതന്ത്രത്തിലൂടെയും ഉച്ചകോടികളിലൂടെയും ഒക്കെ വിലപേശി സമവായത്തിലൂടെ പരിഹരിക്കപ്പെടുമെങ്കിലും പല ഘട്ടങ്ങളിലും ഈ മത്സരത്തിൻ്റെ ഭാഗമായി രാജ്യങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ രാജ്യങ്ങൾ തമ്മിൽ ശത്രുതാ മനോഭാവത്തിന് കാരണമാവുകയും പതുക്കെ ഇത് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഇന്നത്തെ ലോകക്രമം എടുത്തു കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെയുള്ള ശക്തിയല്ല ഉള്ളത്. ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ തുല്യമായി പരസ്പരം സംഘർഷം നടത്തി മുന്നോട്ടു പോകാൻ തക്ക ശേഷി എല്ലാ രാജ്യങ്ങൾക്കും ഇല്ല. ചില രാജ്യങ്ങളുടെ സൈന്യം അതീവ ശക്തമാണ്, ചിലരുടേത് താരതമ്യേന ശക്തമാണ്, ചില രാജ്യങ്ങളുടെ സൈന്യം എന്ന് പറയുന്നത് വളരെ ദുർബലമാണ്. അപ്പോൾ പഴയ ചാണക്യ നീതികളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് പോലെ സമന്മാരായിട്ടുള്ള രാജ്യങ്ങളുമായി മത്സരവും തങ്ങളെക്കാൾ ശക്തരായ രാജ്യങ്ങളുമായി സൗഹൃദവും തങ്ങളെക്കാൾ ദുർബലരായ രാജ്യങ്ങൾക്കെതിരെയുള്ള ആക്രമണവും ഈ ഒരു നയതന്ത്രത്തിലൂടെയാണ് പലപ്പോഴും ലോക യുദ്ധ സാഹചര്യം മുന്നോട്ട് പോകുന്നത്. ഈ സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തിനെ ആക്രമിക്കണം, അല്ലെങ്കിൽ ഈ രാജ്യങ്ങളുടെ താല്പര്യത്തിന് 100% വിരുദ്ധമായാണ് മറ്റൊരു രാജ്യത്തിൻ്റെ നയങ്ങളും പരിപാടികളും പോകുന്നത് എന്ന് മനസ്സിലാക്കി അവരെ ശിഥിലീകരിക്കണം എന്നുണ്ട് എങ്കിൽ നേരിട്ട് പലപ്പോഴും അവരെ യുദ്ധം ചെയ്യാൻ, അവരെ നേരിടാൻ ഈ രാജ്യത്തിന് സാധിക്കില്ല. എന്ന് മാത്രമല്ല, ഇന്നത്തെ ലോകക്രമത്തിൽ ഒരു തുറന്ന അധിനിവേശം ഒരു രാജ്യത്തിനും, അതിപ്പോൾ ശക്തിയുള്ള രാജ്യമാണെങ്കിൽ പോലും ഒരു തുറന്ന അധിനിവേശം മറ്റൊരു രാജ്യത്തിന്മേൽ ഈ ശക്തിയുള്ള രാജ്യം നടത്തിക്കഴിഞ്ഞാൽ അത് പല രീതിയിലുള്ള അന്തർദേശീയ വിചാരണകൾക്കും മനുഷ്യാവകാശ ചോദ്യം ചെയ്യലുകൾക്കുമൊക്കെ കാരണമായേക്കാം. അപ്പോൾ ഇതുകൊണ്ട് മറ്റൊരു യുദ്ധമുറ, ഒരു സമാന്തര യുദ്ധമുറ എന്ന രീതിയിൽ ഇന്ന് ലോകരാജ്യങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്ന ഒരു യുദ്ധ പദ്ധതിയാണ് പ്രോക്സി യുദ്ധങ്ങളും മെർസിനറി യുദ്ധങ്ങളും. പ്രോക്സി യുദ്ധങ്ങളുടെ ചരിത്രം തുടങ്ങുന്നത് ഏകദേശം ഒരു 50-100 വർഷങ്ങൾ മുമ്പ് തൊട്ടാണ്. നമുക്കറിയാം, 20-ാം നൂറ്റാണ്ട് മുഴുവൻ ലോകത്തെ നിയന്ത്രിച്ചിരുന്നത്, ലോകക്രമത്തെ തീരുമാനിച്ചിരുന്നത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ശീതസമരമായിരുന്നു. ലോകത്തുനിന്ന് രണ്ട് ശക്തമായ ചേരികളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ രണ്ട് ചേരികളും സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തുല്യമായി എല്ലാ രീതിയിലും പോരാടാൻ സാധിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ശക്തികൾക്കും അറിയാം, ഇവർ തമ്മിൽ നേരിട്ടൊരു സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് രണ്ടുപേർക്കും നഷ്ടവും ലോകത്തിൻ്റെ തന്നെ സർവനാശത്തിലേക്കുമേ പോവുകയുള്ളൂ. എന്നാൽ ഇവർക്ക് രണ്ടുപേർക്കും എതിരാളിയെ ശിഥിലമാക്കണം, ദുർബലപ്പെടുത്തണം, ശീതസമരത്തിൽ വിജയിച്ചു വരികയും വേണം. ഇങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് ഇവർ തമ്മിൽ നേരിട്ട് യുദ്ധം ചെയ്യാതെ ലോകത്ത് ഇവർ ശീതസമരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഘട്ടത്തിൽ ഉണ്ടായി വന്നിട്ടുള്ള പല ചെറു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിലും ഇവർ ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കാൻ തുടങ്ങിയത്. ഇവർ രണ്ടുപേരും രണ്ട് പക്ഷത്ത് നിൽക്കുന്നു. ആ ലോകക്രമത്തിൽ രണ്ട് ചെറിയ രാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പേരിൽ, അതിർത്തി പ്രശ്നമോ അല്ലെങ്കിൽ വിഭവങ്ങൾ പങ്കിടുന്നതുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പുറത്തൊരു യുദ്ധം ഉണ്ടാകുമ്പോൾ അതിലൊരു പക്ഷം എയും ബി എന്ന് പറഞ്ഞ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ എയുടെ പക്ഷം അമേരിക്ക വരികയും ബിയുടെ പക്ഷം സോവിയറ്റ് യൂണിയൻ വരികയും ചെയ്യും. എന്നിട്ട് എക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും, അവർക്ക് വേണ്ടുന്ന സാമ്പത്തികം, അവർക്ക് വേണ്ടുന്ന ആയുധങ്ങൾ, അവർക്ക് വേണ്ടുന്ന മറ്റെന്തെങ്കിലും പിന്തുണ, അത്യാവശ്യം വരികയാണെങ്കിൽ അവർക്ക് വേണ്ടുന്ന സൈനിക സഹായങ്ങൾ, ഇതെല്ലാം അമേരിക്ക നൽകും. ഇപ്പുറത്ത് ഇതേപോലെ തന്നെ ബിയുടെ ഈ ആവശ്യങ്ങളെല്ലാം തന്നെ സോവിയറ്റ് യൂണിയൻ നൽകും. അപ്പോൾ എയും ബിയും തമ്മിലുള്ള യുദ്ധം യഥാർത്ഥത്തിൽ അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള യുദ്ധമായി മാറും. പക്ഷെ നേരിട്ട് അമേരിക്കയും സോവിയറ്റ് യൂണിയനും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നുമില്ല. ഇത്തരമൊരു യുദ്ധം നടക്കുമ്പോൾ നമുക്ക് എ എന്ന് പറയുന്ന രാജ്യത്തെ അമേരിക്കയുടെ പ്രോക്സി എന്നും ബി എന്ന് പറയുന്ന രാജ്യത്തെ സോവിയറ്റ് യൂണിയൻ്റെ പ്രോക്സി എന്നും
എയും ബിയും തമ്മിലുള്ള യുദ്ധത്തെ അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ഒരു പ്രോക്സി യുദ്ധം എന്നും വിലയിരുത്താം. ഇതുകൊണ്ടുള്ള ഗുണം, ഈ പ്രോക്സി യുദ്ധം നടത്തുന്നതുകൊണ്ട് ഈ വലിയ ശക്തികൾക്കുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, അമേരിക്കയുടെ പ്രോക്സി സോവിയറ്റ് യൂണിയന്റെ പ്രോക്സിയെ അമേരിക്കയുടെ ആയുധങ്ങളും അമേരിക്കയുടെ പണവും അമേരിക്കയുടെ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് ഒരു അലിഖിതമായ വിജയം സോവിയറ്റ് യൂണിയന് മേൽ നൽകുന്നതും, ലോകത്തിന് മുന്നിൽ ഞങ്ങളുടെ സാങ്കേതിക വിദ്യകളും ഞങ്ങളുടെ ആയുധങ്ങളുമാണ് സോവിയറ്റ് യൂണിയനേക്കാൾ സുപ്പീരിയർ എന്നുള്ളൊരു സന്ദേശം വെക്കുന്നതിനും തുല്യമാകും. ഇത് ഭാവിയിൽ ഒരുപക്ഷെ സോവിയറ്റ് യൂണിയൻ അമേരിക്കയെ കുറച്ചുകൂടി ഭയക്കുന്നതിനും ഏതെങ്കിലുമൊക്കെ വിലപേശൽ ഘട്ടം എത്തുമ്പോൾ അമേരിക്ക പറയുന്നത് കേൾക്കുന്നതിനും കാരണമായേക്കാം. തിരിച്ചും സംഭവിച്ചേക്കാം. ഇതിനെയാണ് നമ്മൾ പ്രോക്സി യുദ്ധങ്ങൾ എന്ന് വിളിക്കുന്നത്. പ്രോക്സി യുദ്ധങ്ങൾ ഒന്നുകിൽ രണ്ട് ചെറു രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാകാം, അല്ല എങ്കിൽ ഏതെങ്കിലും രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് ആ രാജ്യത്തിനെതിരെ പോരാടുന്ന ആഭ്യന്തര പോരാളികൾ ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് യമനിലുള്ള കുർദുകൾ, അല്ല എങ്കിൽ ഇസ്രായേലിനെതിരെ പോരാടുന്ന പാലസ്തീനിലെ ഹമാസ്, അല്ലെങ്കിൽ ലെബനനിലെ ഹെസ്ബുള്ള, ഇവരെല്ലാം ഒരു രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് ഒരു രാജ്യത്തെ ഭരണ സംവിധാനത്തിനെതിരെ പോരാടുന്ന ചില പോരാളി സംഘങ്ങളാണ്. ഇവരെയും പ്രോക്സികളായി വലിയ രാജ്യങ്ങൾ ഉപയോഗിച്ചേക്കാം. ഇപ്പോൾ ഇറാൻ ഹെസ്ബുള്ള പോലുള്ള പോരാളി സംഘങ്ങളെ ഇറാന്റെ പ്രോക്സികളായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി പലപ്പോഴും പ്രോക്സി പോരാളികളെ പല രാജ്യങ്ങൾക്കും ചില രാജ്യങ്ങളിലേക്ക് നുഴഞ്ഞു കയറി സ്വയം ഉണ്ടാക്കിയെടുത്ത് അതിനുശേഷം ഇവരുടെ പ്രോക്സി പോരാളികളാക്കി മാറ്റി അവർക്ക് വേണ്ടുന്ന സാങ്കേതിക വിദ്യയും ആയുധങ്ങളും സപ്ലൈ ചെയ്ത് അവരെ സന്നദ്ധരാക്കാനും, ഏത് രാജ്യത്തെയാണ് ഇവർക്ക് ശിഥിലീകരിക്കേണ്ടത്, ഇല്ലാതാക്കേണ്ടത്, ദുർബലപ്പെടുത്തേണ്ടത്, ആ രാജ്യത്തെ ഈ പ്രോക്സികളെ ഉപയോഗിച്ച് ആ രീതിയിൽ ചെയ്യാനും സാധിക്കും. ഇതിനെയാണ് പ്രോക്സി വാർഫെയർ എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് നമ്മൾ ആദ്യം പറഞ്ഞ മെഴ്സിനറി. നമ്മളിപ്പോൾ നിലവിൽ ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും അറസ്റ്റിലായ അമേരിക്കൻ പൗരൻ, അദ്ദേഹം ഒരു മെഴ്സിനറിയാണ്. എന്താണ് ഈ മെഴ്സിനറി വാർഫെയർ എന്ന് പറയുന്നത്? മെഴ്സിനറി എന്ന വാക്ക് ഒരുപക്ഷെ മലയാളികൾ കേട്ടിട്ടുണ്ടാകും. എമ്പുരാൻ സിനിമയിൽ ഖുറേഷി എബ്രാമിൻ്റെ സംഘം ഒരു മെഴ്സിനറി ഗ്രൂപ്പാണ് എന്ന് ഇടയ്ക്ക് എവിടെയോ പറഞ്ഞു പോകുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ മെഴ്സിനറികൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു കൊലയാളി സംഘമാണ്. ഇവരെ ഒരുപക്ഷെ രാജ്യങ്ങൾക്കിടയിലുള്ള കൊട്ടേഷൻ സംഘങ്ങൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു രാജ്യത്തെ നേരിട്ട് ദുർബലപ്പെടുത്താതെ മറ്റൊരു വഴിയിലൂടെ ദുർബലപ്പെടുത്താൻ പ്രോക്സി യുദ്ധങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ശത്രുരാജ്യം ഉണ്ടെന്ന് വിചാരിക്കുക. ആ രാജ്യത്തിൻ്റെ ഒരു ആണവ പരിപാടി ഉണ്ടെന്ന് വിചാരിക്കുക. ആ ആണവ പരിപാടി നിയന്ത്രിക്കുന്നത് മുഴുവൻ ഒരൊറ്റ ശാസ്ത്രജ്ഞൻ ആണെന്ന് കരുതാം. ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം പറഞ്ഞാൽ ഇന്ത്യയുടെ മിസൈൽ മാൻ അബ്ദുൽ കലാം, അദ്ദേഹമായിരുന്നു ഇന്ത്യയിലെ മിസൈലുകൾ വികസിപ്പിക്കുന്നതിൽ ഏറ്റവും പരമപ്രധാനമായ പങ്ക് വഹിച്ചത്. അപ്പോൾ അബ്ദുൽ കലാം എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ശത്രുരാജ്യം നോക്കുമ്പോൾ ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള മിസൈൽ പ്രോഗ്രാം നടക്കുന്നു, അതിന് നേതൃത്വം കൊടുക്കുന്ന അബ്ദുൽ കലാം എന്ന വ്യക്തിയാണ്. ഈ അബ്ദുൽ കലാം എന്ന് പറയുന്ന വ്യക്തിയെ മാത്രം എലിമിനേറ്റ് ചെയ്ത ഇന്ത്യയുടെ മിസൈൽ പ്രോഗ്രാം അതോടെ താറുമാറാകും. കുറച്ച് നാളത്തേക്കെങ്കിലും ഇന്ത്യയുടെ മിസൈൽ പ്രോഗ്രാമുകൾ ഡീറെയിൽ ചെയ്യപ്പെടും. അപ്പോൾ ഇന്ത്യയിലേക്ക് ഒരു തുറന്ന ആക്രമണത്തിന് പോകണ്ട, ഇന്ത്യയിൽ വെറുതെ ഒരു പ്രോക്സി വാർഫെയർ നടത്തണ്ട, ഒരൊറ്റ വ്യക്തി എന്ന ടാർഗറ്റിലേക്ക് ചുരുങ്ങി അയാളെ എലിമിനേറ്റ് ചെയ്താൽ കുറച്ച് നാളത്തേക്ക് ഇന്ത്യയുടെ ആ ഒരു പദ്ധതി, ഇപ്പോൾ ഇവിടെ മിസൈൽ പദ്ധതിയാണെങ്കിൽ അത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആഭ്യന്തര സുരക്ഷാ പദ്ധതിയാണെങ്കിൽ അത് കുറച്ച് നാളത്തേക്ക് താളം തെറ്റുകയും ആ സമയം ഇന്ത്യ ശിഥിലമാവുകയും ദുർബലമാവുകയും ആ ഘട്ടത്തിൽ ഒരുപക്ഷെ മറ്റൊരു രാജ്യം പറയുന്ന വിലപേശലിന് ഇന്ത്യക്ക് വിധേയപ്പെട്ടു പോകേണ്ടിയും വരും. അപ്പോൾ അങ്ങനെയുള്ള ഒറ്റ ടാർഗറ്റിനെ മാത്രമാണ് എലിമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ മറ്റൊരു ശത്രു രാജ്യം എന്താ ചെയ്യാൻ പോകുക എന്ന് വെച്ചാൽ ഈ അന്തർദേശീയ കൊട്ടേഷൻ സംഘങ്ങളായിട്ടുള്ള മെർസനറി ഗ്രൂപ്പിന്, ഇവരൊരു 10, 15, 20, 30 പേരടങ്ങുന്ന ഒരു സംഘമായിരിക്കും. ഇവർക്ക് ഈ ടാർഗറ്റിനെ കൊടുക്കും, ടാർഗറ്റ് ഡീറ്റെയിൽസ് കൊടുക്കും. ഈ മെർസനറി സംഘങ്ങൾ അതിവിദഗ്ധമായി ഈ രാജ്യങ്ങളിൽ ഏത് രാജ്യത്തെത്തിയാണോ കൊല്ലേണ്ടത് ആ രാജ്യത്ത് നുഴഞ്ഞു കയറി ഈ ടാർഗറ്റിനെ മാത്രം സെലക്ട് ചെയ്ത് അയാളെ മാത്രമായി എലിമിനേറ്റ് ചെയ്യും. ഇപ്പോൾ ഇസ്രായേലിൻ്റെ മൊസാദ്, ഉദാഹരണം പറയുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ മൊസാദ് ഈ രീതിയിൽ പല മെർസനറി സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ്റെ പല ആണവ ശാസ്ത്രജ്ഞരുടെയും അവരുടെ ആണവ പരിപാടിയിൽ പരമപ്രധാനമായ പങ്ക് വഹിച്ചിരുന്ന പല ആണവ ശാസ്ത്രജ്ഞരെയും ഇല്ലാതാക്കുകയും അതിലൂടെ ഇറാൻ്റെ ആണവ പരിപാടി പൂർണ്ണമായി ശിഥിലീകരിക്കപ്പെടുകയും ഇറാൻ ദുർബലമാവുകയും ചെയ്തു. ഒരുപക്ഷെ നാളെ ഒരു അവസരത്തിൽ ഒരു തുറന്ന അധിനിവേശത്തിന് ഈ പ്രധാനപ്പെട്ട
സൈനിക ഉദ്യോഗസ്ഥരും സൈനിക ശാസ്ത്രജ്ഞരും ഇല്ലാതാകുന്നത് ഒരു ശത്രു രാജ്യത്തെ സഹായിക്കുകയും ചെയ്തേക്കാം. ഇപ്പം ഇറാന്റെ പ്രധാനപ്പെട്ട സെക്യൂരിറ്റി ഒഫീഷ്യൽസിനെ, അവരുടെ ശാസ്ത്രജ്ഞരായാലും ശരി സൈനികരായാലും ശരി ഇല്ലാതാക്കിയതിന് ശേഷമാണ്, ഇറാന്റെ മൊത്തം ആഭ്യന്തര സുരക്ഷ താളം തെറ്റിച്ചതിന് ശേഷമാണ് ഒരു തുറന്ന അധിനിവേശത്തിലേക്ക് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും പോയത്. അപ്പോൾ അതിനായിട്ട് രാജ്യങ്ങൾ ഉപയോഗിക്കുന്നതാണ് മെർസനറി ഗ്രൂപ്പിനെ. അപ്പോൾ ആധുനിക യുദ്ധം എന്ന് പറയുന്നത് നമ്മൾ പരമ്പരാഗതമായി അല്ലെങ്കിൽ ചരിത്രത്തിൽ നമ്മൾ കണ്ടതുപോലെ ഒരു തുറന്ന യുദ്ധമോ പോരാട്ടമോ മാത്രമല്ല, മറ്റ് രീതിയിൽ കൂടി പല രാജ്യങ്ങളെ ദുർബലപ്പെടുത്താനുള്ള യുദ്ധതന്ത്രങ്ങൾ രാജ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 തന്ത്രങ്ങളാണ് പ്രോക്സി യുദ്ധങ്ങളും മെർസനറി യുദ്ധങ്ങളും. താങ്ക് യു.